നമസ്കാരം. കൃഷ്ണാരി മിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവേതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. എല്ലാവർക്കും വിഷു ആശംസകൾ. ഏറ്റവും ആദ്യം അത് തന്നെ പറയട്ടെ. ഐശ്വര്യ സമൃദ്ധമായിട്ടുള്ള ഒരു വർഷം എല്ലാവർക്കും ആശംസിക്കുന്നു. ഇന്ന് ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് വിരലുണ്ണുന്ന കുഞ്ഞുണ്ണി കൃഷ്ണനായിട്ടാണ്. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി എന്ന ആ ഒരു സ്തുതിയാണ് അദ്ദേഹത്തിന് ഇന്ന് ചൊല്ലിക്കേൽപ്പിക്കേണ്ടത് എന്ന് തോന്നുന്നു. എന്തായാലും ആ കുഞ്ഞുണ്ണി കൃഷ്ണന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണ പാദമനിശം ഹൃദി ഭാവയാമി. ആദ്യം തന്നെ ഞാൻ ഇന്ന് തൊഴുത വിശേഷം പറയാട്ടോ. ഇന്ന് വിഷുക്കണി കണ്ടു തൊഴാൻ സാധിച്ചിരുന്നു. ഗുരുവായൂരപ്പന്റെ അതികഠിനമായ അനുഗ്രഹം കൊണ്ട് ഇന്ന് വിഷുക്കണി കണ്ടു തൊഴാൻ സാധിച്ചു. വളരെ സന്തോഷം തോന്നി. ഇന്നലെ രാത്രി എനിക്ക് കുറേ മിസ് കോള് കണ്ടിരുന്നു. വിഷു ആശംസകൾ പറയാനായിട്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. ഞാൻ രാത്രിയിലേ പോയിട്ടുണ്ടായിരുന്നു. രാത്രി മുതലേ വരിയിൽ നിന്നാലല്ലേ നമുക്ക് ഇന്ന് കാണാൻ പറ്റുള്ളൂ. വളരെ നേരത്തെ ഒരു ഒറ്റ മണിക്കൂർ നേരം മാത്രമാണ് വിഷുക്കണി ഒരുക്കി നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുക. എന്ന് കരുതി ബാക്കിയുള്ളവർക്ക് കാണാൻ പറ്റില്ല എന്നല്ല കേട്ടോ പറഞ്ഞതിൻ്റെ അർത്ഥം. മുഖമണ്ഡപത്തില് ശ്രീ ഗുരുവായൂരപ്പന്റെ ശ്രീലകത്തെ ആദ്യത്തെ അറയാണ് മുഖമണ്ഡപം എന്ന് പറയാം. നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് സമർപ്പിക്കില്ലേ, അത് മണ്ഡപം എന്നാ പറയാ. അതിന് നമസ്കാര മണ്ഡപം എന്നാട്ടോ പറയാ. മുഖമണ്ഡപം എന്ന് പറയുന്നത് നമ്മൾ ശ്രീലകത്തിന്റെ ഏറ്റവും ആദ്യത്തെ അറേനെയാണ് മുഖമണ്ഡപം എന്ന് പറയാ. ഈ മുഖമണ്ഡപത്തില് ഗുരുവായൂരപ്പന്റെ പൊൻതിടമ്പ് എഴുന്നള്ളിച്ച് വെച്ച് അതിനു മുമ്പിൽ കണിക്കോപ്പുകളെല്ലാം ഒരുക്കി വെച്ച് അത് നമുക്ക് കാണാനുള്ള അവസരം, അതിനെയാണ് ഈ ഒരു വിഷുക്കണി കാണുക എന്ന് പറയാം. അപ്പോൾ നമ്മൾ എങ്ങനെയാ കാണുക? മുഖമണ്ഡപത്തിൽ വെച്ചാൽ എന്ന് ചോദിച്ചാൽ നേരെ വെക്കില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കടക്കണ്ടേ ആളുകൾക്ക്, അതിനകത്ത് പെരുമാറുന്നവർക്ക് ഒരു ഭാഗത്ത് തന്നെയാ വെക്കുക. അപ്പൊ എങ്ങനെയാ കാണാൻ പറ്റുക ചോദിച്ചാൽ, മണ്ഡപത്തിന്റെ അവിടെ നമ്മൾ തൊഴുതിട്ട് നമ്മൾ സോപാനത്തിന്റെ അവിടേക്ക് നടന്നു പോകുന്ന സമയത്ത് ആ ഒരു മണിക്കിണറിന്റെ വശത്ത് കൂടിയാണല്ലോ നമ്മൾ പോവുക. അവിടെ തൊട്ട് നമുക്ക് കാണാൻ പറ്റും ഗുരുവായൂരപ്പനെ. അതായത് ആ മുഖമണ്ഡപത്തിനകത്ത് എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നത്. ഇത് കൂടാതെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഇന്ന് ഗുരുവായൂരപ്പനെ കണി കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഈ ഒറ്റ മണിക്കൂർ നേരത്തേക്ക് മാത്രമായിട്ടാണ് നമ്മൾ എല്ലാവരും കണിക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സമയത്ത് വരുന്നവർക്ക് എന്താ ഇപ്പൊ കണി കാണണ്ടേ എന്നൊരു ചോദ്യം വരില്ലേ? അതുകൊണ്ട് തന്നെ നമസ്കാര മണ്ഡപത്തില്, അതായത് ഗുരുവായൂരപ്പന്റെ ശ്രീലകം, പിന്നെ അതിന് മുമ്പിലായിട്ട് മണ്ഡപം ഉണ്ടല്ലോ. നമുക്ക് എല്ലാവർക്കും ഓരോ നമ്മുടെ ഗുരുവായൂരപ്പന് സമർപ്പിക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന സ്ഥലം, അതിനെയാണ് നമസ്കാര മണ്ഡപം പറയാം. ഈ നമസ്കാര മണ്ഡപത്തിലെ എല്ലാ കണിക്കോപ്പുകളും ഒരുക്കി വെച്ചിട്ടുണ്ടാവും. അപ്പം കണിയോടുകൂടി നമുക്ക് ഗുരുവായൂരപ്പന്റെ സാക്ഷാൽ വിഗ്രഹം കാണാൻ സാധിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു അവസരം ഇന്നത്തെ ദിവസം മുഴുവനായിട്ടുണ്ട് കേട്ടോ. അതല്ലാതെയുള്ള അവസരം എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞ ഈ മുഖമണ്ഡപത്തിന് ഉള്ളില് കണിയൊരുക്കുക എന്നുള്ളത്. ഈ കണിയൊരുക്കിയത് ഇന്നലെ അജയേട്ടനായിരുന്നു, ചേച്ചിയുടെ ഹസ്ബൻഡ്. കൂട്ടത്തില് നമ്മുടെ കുഞ്ഞുണ്ണി ഉണ്ടായിരുന്നു കേട്ടോ. കൃഷ്ണദേവും കൂടി കണിയൊരുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഒരുക്കിയ വിശേഷങ്ങളൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങള് തൊഴുതത് എങ്ങനെയാന്ന് വെച്ചാൽ ആ ഒരു എന്താ പറയാ 2:45 3 മുമ്പായിട്ടാണ് തൊഴാൻ സാധിച്ചത്. വളരെ സന്തോഷം, വളരെ 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 സന്തോഷം. വളരെ വേഗം നീങ്ങാൻ വേണം കേട്ടോ. സാധാരണ നമുക്ക് ഒരു സെക്കൻഡ് തൊഴാൻ കിട്ടുമെങ്കിൽ ഇത് ഫ്രാക്ഷൻസ് ഓഫ് സെക്കൻഡേ നമുക്ക് തൊഴാൻ കിട്ടുള്ളൂ. കാരണം ഈ 2:30 തുടങ്ങി 2:45 അല്ലെങ്കിൽ 2:40 തുടങ്ങി 3 മണിയുടെ ഉള്ളില് അകത്ത് ക്യൂല് നിൽക്കുന്ന എല്ലാവരെയും കടത്തിയിട്ട് വേണം. ജനറൽ ക്യൂല് തലേ ദിവസം തൊട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. എന്തൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഭക്തരാന്നറിയോ ഗുരുവായൂരപ്പന്റെ. നമ്മൾ വിചാരിക്കണ പോലെയൊന്നും അല്ല കേട്ടോ. നമ്മളൊക്കെ എന്താ ചെയ്യാം, ഞാൻ എൻ്റെ കാര്യം പറയണല്ലോ. നമ്മുടെ എല്ലാ ജോലികളും തീർത്ത് വിഷുക്കണിയൊക്കെ ഒരുക്കി പതുക്കെ രാത്രി 9 മണി കഴിഞ്ഞിട്ടാണ് പിറ്റേ ദിവസത്തെ കണി കാണേണ്ട കാര്യത്തിന് വരിയിൽ നിൽക്കുന്നത്. ഇത് എത്രയോ അകലയിൽ നിന്ന് വരുന്ന അമ്മമാരും കുട്ടികളും ഒക്കെ 2 ദിവസം മുമ്പ് തൊട്ട് വിഷുക്കണിയുടെ ക്യൂവിന്റെ അവിടെ പിടിച്ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കണി കാണാനായിട്ട്. അപ്പോൾ ഒരു വർഷം തുടങ്ങുമ്പോൾ നമ്മുടെ ഉണ്ണികൃഷ്ണനെ കണ്ടുകൊണ്ട് തുടങ്ങണം എന്ന് വിചാരിക്കുന്ന എത്ര ഭക്തരല്ലേ ഗുരുവായൂരപ്പന്റെ. ചില ആൾക്കാർക്കുണ്ടല്ലോ ഗുരുവായൂരപ്പനും അവനും തമ്മിലുള്ള ആ ഒരു ബന്ധം ഉണ്ടല്ലോ, അതീവ രഹസ്യമായി നിലനിർത്തി ആ ഗുരുവായൂരപ്പനെ
അത്ര കണ്ട് സ്നേഹിക്കുന്ന ഭക്തരുണ്ടാവും. നമ്മൾ അറിയാതെ പോണതാ അവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമസ്കരിക്കേണ്ടതാണ്. ഇതാണ് സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണു നമിക്കണം എന്നൊക്കെ ആചാര്യന്മാര് പറയണത് ഇത്തരം സജ്ജനങ്ങളെയാണ് കേട്ടോ. എന്തായാലും അനേകം പേർക്ക് ഇന്ന് വിഷുക്കണി ദർശനം സാധ്യമായിട്ടുണ്ടാവും. ഇനിയിപ്പോ ആർക്കെങ്കിലും സാധിച്ചില്ല വെച്ചാൽ ഒട്ടും വിഷമിക്കേണ്ട കേട്ടോ. മഞ്ഞപ്പട്ട് പുറകുവശത്തായിട്ട് അലങ്കാരം പോലെ കർട്ടൻ മാതിരി ഇട്ടതിന് ശേഷം അതിനു മുമ്പിലായിട്ട് ഒരു പീഠത്തിൽ നമ്മൾ ഈ എന്താ പറയുക, പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന ശിവേലിക്ക് എഴുന്നള്ളിക്കുന്ന തിടമ്പുണ്ടല്ലോ, ആ തിടമ്പ് എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്. അതിനു മുമ്പിലായിട്ട് ചക്കയും മാങ്ങയും വെള്ളരിക്കയും കണിക്കൊന്നയും സ്വർണത്തിന്റെ വാൽക്കണ്ണാടിയും ഒക്കെ അടങ്ങുന്ന ഒരു വിശദമായിട്ടുള്ള കണിക്കോപ്പുകളല്ലാണ്ട് ഭഗവാന്റെ ഇരുവശങ്ങളിലായിട്ട് ആലവട്ടവും വെഞ്ചാമരവും ഒക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെ മനസ്സ് നിറഞ്ഞ് ഒന്ന് കണ്ണടച്ചാൽ നമുക്ക് കാണാൻ പാകത്തിന് നമ്മുടെ ഉണ്ണികൃഷ്ണൻ നമ്മുടെ കൂടെ ഉണ്ട്. എല്ലാവരും എന്താ പറയാ, മനസ്സുകൊണ്ട് ആ കണി കണ്ട് തൊഴുതോളൂ കേട്ടോ. നിങ്ങളുടെയൊക്കെ വീടുകളിലും നന്നായിട്ട് കണി ഒരുക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേര് എനിക്ക് കണി ഒരുക്കിയതിന്റെ ഫോട്ടോസ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഫോട്ടോസൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ആ കണി എല്ലാവർക്കും നന്നായി എന്താ പറയുക ഐശ്വര്യ സമൃദ്ധ ആവട്ടെ ഈ ഒരു വിഷുവും ഈ വരുന്ന ദിവസങ്ങളും ഒക്കെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ കൃഷ്ണാര്യമിത്രം തുടങ്ങിയിട്ട് 1 വർഷം ആയി എന്നതിൻ്റെ ഒരു സന്തോഷം ഉണ്ട് എനിക്ക്. ഞാൻ വന്നിട്ടല്ല, എന്തായാലും 1 വർഷമായി. കഴിഞ്ഞ വിഷുക്കണി ഒരുക്കുന്നതിൻ്റെ വീഡിയോയിലൂടെയാണ് നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയത്. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. ഈ വർഷം ഞാൻ വിഷുക്കണി ഒരുക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അത് നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയതാണ്. അപ്പം ഇനി ആദ്യത്തെ ചോദ്യം നോക്കാം അല്ലേ. ഓക്കെ, ചോദ്യമല്ല കേട്ടോ, ഞാൻ ഈ ഒരു മെസ്സേജ് വായിക്കാം. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ ഒരു മെസ്സേജാണ്. സവിത നമസ്കാരം. സവിതയുടെ വാക്കുകൾ ഒരുപാട് ആശ്വാസം തരുന്നു. ആത്മഹത്യയുടെ വക്കീലായിരുന്ന ഞാനിപ്പോൾ എൻ്റെ ദുഃഖങ്ങളെല്ലാം എൻ്റെ കണ്ണനെ ഏൽപ്പിച്ച് എൻ്റെ കണ്ണനിലോട്ട് ഇത്രയും അടുത്തു. അതിന് സവിതയാണ് കാരണം. വളരെ 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 ബ്ലെസ്സിങ്സ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു മെസ്സേജാണ് എനിക്കിത്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരാളെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്താൻ, ഗുരുവായൂരപ്പനിലേക്ക് അടുപ്പിച്ചിരുത്താൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അത് ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം സാധിച്ചതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒപ്പം ഈ മെസ്സേജ് അയച്ച ആ ചേച്ചിക്ക്, കുമാരി ചേച്ചിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. ഇതൊക്കെ എന്താ പറയുക, പല ആളുകളും കൺസ്യൂം ചെയ്യും എന്നല്ലാതെ അതിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാറില്ല കേട്ടോ. അതും എനിക്ക് വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അടുത്തതായിട്ട് കേശുക്കുട്ടൻ ആട്ടോ ID കാണുന്നത്. നമസ്കാരം സവിത. 12-ാം തീയതി ഭഗവാന്റെ അടുത്ത് വന്നിരുന്നു. കാല് പിണച്ച് ഉണ്ണിക്കണ്ണനെ കണ്ടു തൊഴുതു. 12 നമസ്കാരം ചെയ്തു. കൂത്തമ്പലത്തിൻ്റെ അടുത്തിരുന്ന് നാമം ജപിച്ചു. വളരെ സന്തോഷമായി. പക്ഷേ വീട്ടിൽ തിരിച്ചെത്തി രാത്രിയിൽ എൻ്റെ മകൻ, 14 വയസ്സുള്ള മകൻ എൻ്റെ അടുത്ത് വന്നിരുന്ന് പറഞ്ഞു അമ്മ കൂത്തമ്പലത്തിൽ അവിടെ ഇരുന്ന സമയത്ത് 2 മഞ്ചാടി എവിടെ നിന്നാണെന്ന് അറിയില്ല എൻ്റെ അടുത്ത് തുള്ളി തുള്ളി വന്ന് വീണു. ആ മഞ്ചാടി എടുത്തുകൊണ്ട് പോന്നു എന്ന്. അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നു? ഒരു കുഴപ്പമില്ല. എവിടെ നിന്നാണെന്നറിയാത്ത മഞ്ചാടി തുള്ളി തുള്ളി വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നമ്മുടെ ഉണ്ണികൃഷ്ണനെ എപ്പോഴും ഓടിക്കളിക്കുന്ന സ്ഥലമാട്ടോ ആ കൂത്തമ്പലം. ആ കൂത്തമ്പലത്തിൽ എന്താ പറയുക, ഭഗവാന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കേണ്ടത് തന്നെയാണ് പറയാറുള്ളത്, ആചാര്യന്മാരെല്ലാവരും പറയാറുള്ളത്. അപ്പോൾ ആ കൂത്തമ്പലത്തിലേക്ക് ഭഗവാൻ എന്താ പറയുക, അങ്ങോട്ട് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്ന സമയത്തോ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളെ കണ്ടിട്ടുണ്ടാവും, അനുഗ്രഹിച്ചിട്ടുണ്ടാവും. 2 മഞ്ചാടി ഇങ്ങനെ ചാടിത്തെറിപ്പിച്ച് തന്നതായിരിക്കും. അത് ഒരു ബ്ലെസ്സിങ്സ് ആയിട്ട് തന്നെ എടുക്കൂ. ഗുരുവായൂരപ്പൻ കൊണ്ടുവന്ന് തന്നതാണെന്നേ അങ്ങനെ തന്നെ വിശ്വസിക്കൂ. അത് ആ പൂജാമുറിയിൽ സൂക്ഷിച്ചു വെച്ചോളൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ഒരു എന്താ പറയുക ഗിഫ്റ്റാണ്, സമ്മാനമാണ് എന്ന് കരുതിക്കൊണ്ട് തന്നെ. അടുത്തതായിട്ട് പ്രീതി വിനോദ് എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. സദാ ഞാനിപ്പോൾ കുറച്ചായിട്ടേ ഉള്ളൂ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഞാൻ ഒന്നും മുടക്കാറില്ല. എനിക്ക് 12 നമസ്കാരം എന്താണ് എന്നൊന്ന് പറഞ്ഞു തരാമോ, അല്ലെങ്കിൽ ഏത് വീഡിയോയിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്നൊന്ന് പറഞ്ഞു തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 12 നമസ്കാരത്തിനെ കുറിച്ച് കുറേ പേര് വീഡിയോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒരാളൊന്നും അല്ല, അത് ഫേസ്ബുക്കിലാണ് കൂടുതലും ചോദിച്ചിരിക്കുന്നത്. ഫേസ്ബുക്കിൻ്റെ ചോദ്യങ്ങളൊന്നും ഞാൻ കാണാറില്ല. പലപ്പോഴും ഒന്നും ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിരിക്കുന്നത് 12 നമസ്കാരം 12 നമസ്കാരം എന്ന സവിത എപ്പോഴും പറയണ്ടേ, എന്താണ് ഈ 12 നമസ്കാരം എന്ന്. സാധാരണ നമ്മൾ നമസ്കരിക്കില്ലേ,
അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരാൾക്ക് ദക്ഷിണ കൊടുത്ത് നമസ്കരിക്കുകയാണെങ്കിൽ അയാളുടെ കയ്യിൽ ദക്ഷിണ കൊടുക്കുന്നു, നമ്മൾ കാല് തൊട്ട് തലയിൽ വെക്കാനായിട്ട് മുട്ടുകുത്തി നെറ്റി മുട്ടിച്ച്, സ്ത്രീകളാണെങ്കിൽ അങ്ങനെയാണല്ലോ നമസ്കരിക്കുക. ഇതേമാതിരി ഗുരുവായൂരപ്പന്റെ മുമ്പിൽ മുട്ടുകുത്തി നെറ്റി മുട്ടിച്ച് നമസ്കരിക്കുക. ഈ നമസ്കാരം 12 തവണ റിപ്പീറ്റ് ചെയ്യുന്നതിനാണ് 12 നമസ്കാരം എന്ന് പറയാ. എഴുന്നേറ്റ് നിന്നുകൊണ്ട് തന്നെ രണ്ടാമത് മുട്ടുകുത്തി നെറ്റി മുട്ടിച്ച് നമസ്കരിക്കുന്നു, പിന്നെയും എഴുന്നേറ്റ് നിൽക്കുന്നു, രണ്ടാമത് വീണ്ടും അങ്ങനെ തന്നെ ചെയ്യുന്നു. ഇതിനെയാണ് 12 നമസ്കാരം ചെയ്യുക. ഇത് തന്നെ പുരുഷന്മാരാണെങ്കിൽ ദീർഘദണ്ഡം നമസ്കരിക്കുന്നതിനെയാണ് ഈ ഒരു 12 നമസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അറിയാത്ത എല്ലാവർക്കും വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു. സവിത, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. നമ്മൾ വ്രതം അനുഷ്ഠിക്കുമ്പോൾ പീരീഡ്സ് ആയാൽ ആ വ്രതം ആ ദിവസം എടുക്കണോ? ഇതിനൊരു മറുപടി പറയാമോ? അത് ഭക്തയുടെ ഇഷ്ടം. എങ്ങനെയാണ് നിങ്ങളുടെ ജീവിത സാഹചര്യം അതിനനുസരിച്ചിട്ടോ. ഞാനാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാറില്ലേ, ഡിസ്കണ്ടിന്യൂ ചെയ്യും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, വ്രതം എടുക്കുമ്പോൾ ഞാൻ പാലിക്കുന്ന ചിട്ടവട്ടങ്ങളെല്ലാം എനിക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാരോട് എടുത്തു തരാൻ പറയേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ സാധാരണ രീതിയിൽ ഞാൻ അരിഭക്ഷണം ഉപേക്ഷിച്ചിട്ടാണ് ഒരു ദിവസം വ്രതം നോൽക്കണേ വിചാരിക്കുക. പീരീഡ്സ് അയച്ചാൽ അമ്മയ്ക്ക് എളുപ്പം ഇഡ്ഡലിയോ ദോശയോ ഉണ്ടാക്കാനായിരിക്കും. അമ്മയുടെ അടുത്ത് ഇതല്ലാത്ത വേറെ ഒരെണ്ണം ഉണ്ടാക്കി തരൂ എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവില്ലേ? അപ്പോൾ എന്താ ചെയ്യുക, ആ ദിവസം സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ദിവസം, അങ്ങനെയാണ് ഞാൻ പതിവ്. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്. യാതൊരു തരത്തിലുള്ള വ്രതങ്ങളും ഞാൻ പീരീഡ്സ് സമയത്തിൽ അനുഷ്ഠിക്കാറില്ല കേട്ടോ. അടുത്തതായിട്ട് സവിത, കൃഷ്ണനാട്ടം കളി എത്ര ദിവസം മുൻപ് ഷീട്ടാക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് 12 മണി വരെ ഷീട്ടാക്കാം. നിങ്ങൾ ഏത് ദിവസമാണോ, ഏത് കൃഷ്ണനാട്ടം കളിയാണോ ഷീട്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ കൃഷ്ണനാട്ടം കളി നടക്കുന്ന ദിവസത്തിൻ്റെ ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപായിട്ട് നേരിട്ട് വന്നാൽ ഷീട്ടാക്കാം. അല്ല, നിങ്ങൾ ഓൺലൈൻ വഴിയാണ് ഷീട്ടാക്കുന്നതെങ്കിൽ 2 ദിവസം മുൻപ് തന്നെ ഷീട്ടാക്കണം കേട്ടോ. കുറേ ആൾക്കാർ ഈ ഓൺലൈൻ വഴി ഷീട്ടാക്കാൻ ശ്രമിച്ചിട്ട് എന്നെ വിളിച്ചു പറയാറുണ്ട്, നാളേക്ക് ബുക്ക് ചെയ്യാനായിരുന്നു, ഇന്ന് നോക്കിയിട്ട് പറ്റുന്നില്ല, സൗദി ഒന്ന് ബുക്ക് ചെയ്ത് തരുമോ? ഞാനങ്ങനെ ബുക്ക് ചെയ്ത് കൊടുക്കാറില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പണമിടപാട് എനിക്ക് നല്ല പേടിയുണ്ടെന്ന്. അപ്പോൾ ഓൺലൈൻ വഴിയാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും 2 ദിവസം മുൻപെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. മറ്റന്നാൾ അഹസ് വേണമെങ്കിൽ, മറ്റന്നാൾ കൃഷ്ണനാട്ടം കളി വേണമെങ്കിൽ, മറ്റന്നാൾ പുഷ്പാഞ്ജലി വേണമെങ്കിൽ ഇന്നുച്ചയ്ക്ക് 12 മണിക്ക് മുൻപായിട്ട് നിങ്ങൾ ഷീട്ടാക്കണം കേട്ടോ. അടുത്തതായിട്ട് മഹിത മാധവൻ എന്ന ഭക്തയുടെ ചോദ്യം. സവിത, മോളുടെ സ്വന്തം വീട് അമ്പലപ്പുഴയാണോ, ഗുരുവായൂർ ഭർത്താവിൻ്റെ വീടാണോ? എനിക്ക് മോളെ കാണണം ഇന്നുണ്ട് എന്ന്. മഹിത ചേച്ചി, അല്ല, എൻ്റെ സ്വന്തം വീടാണ് ഗുരുവായൂർ. ഞാൻ ജനിച്ച് വളർന്ന നാടാണ് ഗുരുവായൂർ. എന്നെ വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്നതാണ് അമ്പലപ്പുഴയ്ക്ക്. അമ്പലപ്പുഴ ആണ് മനുവേട്ടൻ്റെ ഇല്ലം. പക്ഷേ ഞങ്ങളിപ്പോൾ സെറ്റിൽ ഡൗൺ ആയിരിക്കുന്നത് ഇവിടെ ഗുരുവായൂരാണ്. ഗുരുവായൂർ സ്ഥലം വാങ്ങി വീട് വെച്ച് ഇവിടെയാണ് സെറ്റിൽ ആയിരിക്കുന്നത്. എന്നാൽ അവിടെയും ഞങ്ങൾ ആളുടെ വീടൊക്കെ ഉണ്ട്. എല്ലാ മാസവും ഞാനും മനുവേട്ടനും പോവാറുണ്ട്. ഇനി ഞാൻ പോവാത്ത സമയമാണെങ്കിൽ മനുവേട്ടൻ എന്തായാലും എല്ലാ മാസവും പോവാറുണ്ട്. ഇപ്പോഴത്തെ വെക്കേഷനിൽ വിഷു കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ കുറേ പേഴ്സണൽ കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന് അല്ലേ. എനിക്ക് മറ്റുള്ള ആൾക്കാരൊന്നും, മറ്റൊരു യൂട്യൂബേഴ്സും ഇത്രയും പേഴ്സണലി എല്ലാവരും എല്ലാ കാര്യങ്ങളും പറയണില്ല തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ വിഷമാവോ, ഞാൻ ഭയങ്കര പേഴ്സണലായി പോകുന്നുണ്ടോന്ന് കേട്ടോ. സവിത, ഈ വൈശാഖ മാസം തൊട്ട് വരുന്ന ഓരോ മാസത്തിലെയും ഏകാദശിയുടെ പേരും കഥയും പറഞ്ഞു തുടങ്ങൂ. തുടക്കത്തിൽ വ്രതം അനുഷ്ഠിക്കേണ്ട രീതിയും കൂടി പറഞ്ഞാൽ തുടക്കക്കാർക്ക് അത് എളുപ്പമാകും എന്നാണ് KN പ്രസാദ് എന്ന ഐഡിയിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ അതിനെ ശ്രമിക്കാം കേട്ടോ. ഇത് എന്നോടത്ത് കുറേ പേര് പറഞ്ഞിട്ടുള്ള സജഷൻ ആട്ടോ. എല്ലാ ഏകാദശിയും മുൻകൂട്ടി ഒന്ന് അറിയിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഏകാദശി അറിയിച്ചാൽ അതിനനുസരിച്ച് ഞങ്ങൾക്ക് വ്രതം നോൽക്കാം, തലേ ദിവസം ഗ്രൂപ്പിലിടൂ എന്നൊക്കെ. ഞാനുണ്ടല്ലോ, ഞാൻ തന്നെ മറന്നു പോണ ആളാണ്. അതുകൊണ്ടാണ് അത് ഏറ്റെടുക്കാത്തത്. എന്തായാലും ഞാൻ റിമൈൻഡറൊക്കെ വെച്ചിട്ട് ഞാൻ ശ്രമിച്ചു നോക്കാം കേട്ടോ. അടുത്തതായിട്ട് സവിതശേഷി, നമസ്കാരം. ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം എന്നതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ആര്യമാധവം എന്ന ഐഡിയയിൽ നിന്ന്, ആര്യ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടായിരിക്കാന്ന് തോന്നുന്നു. ആചാര്യൻ ഈ ഒരൊറ്റ ലൈനിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും പറയും. അത്രയും വിസ്തരിച്ച് കഥ പറയുന്നതാണ് കേട്ടോ ഈ ഹന്തഭാഗ്യം ജനാനാം എന്ന ആ ഒരു വാചകം. ഇത് ഞാൻ അർത്ഥം പറഞ്ഞാൽ ശരിയാവില്ല എന്ന് 100% ഉറപ്പുണ്ടായിട്ടും ഞാൻ പറയാണ്. നമ്മൾ ജനങ്ങളുടെ
ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയൂ, നമ്മുടെ ഗുരുവായൂരപ്പനാണ് എന്നാണ് ഇതിൻ്റെ ആ ഒരു അർത്ഥം വരുന്നത്. ഈ ഗുരുവായൂരപ്പനെ ഇങ്ങനെ കിട്ടിയതിലാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ശ്രീകൃഷ്ണ അവതാരം ഇല്ലായിരുന്നെങ്കിലത്തെ കഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ആലോചിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്, ശ്രീകൃഷ്ണാവതാരം ഇല്ലാത്ത ഒരു സമയത്താണ് നമ്മൾ വന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ശ്രീരാമൻ വരെയുണ്ട്, ശ്രീരാമനെയാണ് നമ്മൾ പൂജിക്കുണ്ടാവുക, അല്ലെങ്കിൽ മഹാദേവനെയാവും പൂജിക്കുണ്ടാവുക. ശരി, സംഭവിച്ചു. ഈ ശ്രീരാമദേവന്റെ കുഞ്ഞായിരുന്നപ്പോഴത്തെ ഏതെങ്കിലും ഒരു ബാലലീല, കുറച്ച് വെണ്ണ കഴിക്കണതായിട്ടോ പാല് കുടിക്കുന്നതായിട്ടാണോ അല്ലെങ്കിൽ ഒന്ന് താരാട്ടുപാടി ഉറക്കുന്ന ഒരു കുഞ്ഞു ശ്രീരാമനെയോ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ കണ്ടിരിക്കുന്നത് എപ്പോഴും എങ്ങനത്തെ ശ്രീരാമനാണ്? ശ്രീരാമന്റെ കയ്യിൽ എപ്പോഴും അമ്പും വില്ലും ഉണ്ടായിരിക്കും, സന്തത സഹചാരിയായിട്ട് ലക്ഷ്മണൻ ഉണ്ടായിരിക്കും, കൂടെ തന്നെ സീതാദേവി ഉണ്ടായിരിക്കും, ഇല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ കൂടെ ആയിരിക്കും. ഇങ്ങനെയൊക്കെ ആവൂലേ നമ്മൾ കണ്ടിട്ടുണ്ടാവുക? എന്താ പറയാ, നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ ആ ഒരു എന്താ പറയുക, വാത്സല്യം തുളുമ്പുന്ന രീതിയിലൊന്നും നമുക്ക് ആ ഒരു ഫോട്ടോയിൽ കാണാൻ പറ്റുകയില്ല അല്ലെ. ഇത് മാത്രമൊന്നും അല്ല കേട്ടോ. ആചാര്യം പറയുമ്പോൾ എപ്പോഴും പറയാറുള്ള കാര്യം എന്താണെന്നറിയോ, ഈ ശ്രീരാമസ്വാമിയെയൊക്കെ ഭജിക്കാനായിട്ട് 2 വിവാഹം ചെയ്ത ഒരാൾക്ക് പോകണമെങ്കിൽ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരുന്നു. കാരണം എന്താ, അവിടെ ഏകപത്നി വ്രതമായിട്ടുള്ള ആളാണ്. മാത്രമല്ല കുറച്ചൊക്കെ കളവും കള്ളത്തരവും ഒക്കെ കയ്യിലുണ്ട് എന്നുള്ള ഒരാളാണെങ്കിലും ശ്രീരാമദേവന്റെ മുമ്പിലേക്ക് പോകുമ്പോൾ എന്താ, ധർമ്മശാലിയാണ്, ധർമ്മനിഷ്ഠനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അങ്ങനെ പോയി മുട്ടുകറക്കാതെ നിൽക്കാൻ ആർക്കെങ്കിലും സാധിക്കൂ? ഇല്ല അല്ലെ, കുറച്ച് ബുദ്ധിമുട്ടാവും അല്ലെ. എന്നാൽ നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ അടുത്തേക്ക് 2 വിവാഹമൊക്കെ കഴിച്ചിട്ടുള്ള ഒരാൾ കൂളായിട്ട് ചെല്ലാൻ പറ്റും അദ്ദേഹത്തിന്. അവിടെ ചെന്ന് അദ്ദേഹത്തിനോട് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. എങ്ങനെയാ എൻ്റെ കൃഷ്ണ അങ്ങ് ഇങ്ങനെ ഇത്രയും 16,000-ലധികം സ്ത്രീകളെയൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോയിരുന്നത്? ഇവിടെ 2 ഉള്ളൂ എന്നിട്ടും എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റൂല്ലേ. അതേപോലെ കുറച്ചൊക്കെ കളവും കള്ളത്തരവും ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ, ഉണ്ണികൃഷ്ണ ഞാനിതപ്പ ഇന്ന തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, അങ്ങോട്ട് കണ്ണടച്ചേക്കണമെന്നേ, അങ്ങ് പണ്ട് എത്രയോ കള്ളത്തരങ്ങൾ കാണിച്ചിട്ടില്ലേ? ആ മഹാഭാരത യുദ്ധത്തിന്റെ സമയത്ത് എന്തൊക്കെ നുണ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ അധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ധർമ്മം വിജയിക്കാനാണ് എന്നൊരു വാക്കും പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലേ എന്നൊക്കെ ചോദിക്കാല്ലേ. നമ്മുടെ ഉണ്ണികൃഷ്ണൻ അതിനും ചിരിക്കേ ഉണ്ടാവുള്ളൂ. അപ്പോ ഈ കൃഷ്ണാവതാരം ഇല്ലായിരുന്നെങ്കിലത്തെ കഥയൊന്ന് ആലോചിക്കാൻ പോലും നമുക്ക് പറ്റില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നാറുള്ളത്. ഇനി അതൊക്കെ പോട്ടെ, കൃഷ്ണാവതാരവും ഉണ്ട്, അങ്ങനെയും നമ്മൾ കാണുന്നുണ്ട്. ഗുരുവായൂരപ്പൻ ഇല്ല എന്നൊന്ന് വിചാരിച്ചു നോക്കൂ. അതായത് ഈ ഗുരുവായൂർ ദേശം എന്ന് പറയുന്നത് സാധാരണ എല്ലാവരുടെയും ഒരു നാട് പോലെ, കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ഒരു സ്ഥലം. അതിനിപ്പോ ഗുരുവായൂർന്നൊന്നും ആവില്ല കേട്ടോ പേര്, വേറെ എന്തെങ്കിലും ഒക്കെ ആവും. ഗുരുവായൂർന്ന് പേര് വരാൻ നമ്മുടെ ഗുരുവായൂരപ്പനാണല്ലോ കാരണം. അപ്പൊ വേറെ എന്തെങ്കിലും പേരും ആവും. ഇങ്ങനെ ഒരു നാടാണ് ഇവിടെ എന്ന് വിചാരിക്കുക. അങ്ങനെയായാൽ എന്താ ഉണ്ടാവുക? ഞാൻ അതും ചിന്തിക്കാറുണ്ട് കേട്ടോ. അതും നല്ല ബുദ്ധിമുട്ടാവും. കാരണം എന്താ, ഈ ദ്വാരകയിൽ നിന്ന് ദ്വാരക മുങ്ങിപ്പോയ സമയത്ത് ഒഴുകി നടന്നിരുന്ന വിഗ്രഹം എടുത്തുകൊണ്ടുവന്ന് ഗുരുവായൂർ പ്രതിഷ്ഠിച്ചുകൊണ്ടാണല്ലോ നമുക്കിപ്പോ ഇങ്ങനെ ഒരു ഗുരുവായൂരപ്പനെ കിട്ടിയത്. ഇതിന് പകരം ഈ ഉണ്ണികൃഷ്ണനെയും കൊണ്ട് വല്ല ആസാമിലോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് പഞ്ചാബിലോ ഗുജറാത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നോർത്ത് ഇന്ത്യൻ നാട്ടിലോ, ഒന്നും വേണ്ട നമ്മുടെ തൊട്ടപ്പുറത്തുള്ള തമിഴ്നാട്ടിൽ കൊണ്ടുവച്ചാലും, ഏതെങ്കിലും ഇപ്പോൾ ഗണപതിനെയൊക്കെ പിള്ളയാരപ്പൻ എന്നൊക്കെ പറയുന്ന പോലെ വേറെ ഏതെങ്കിലും ഒക്കെ പേരിൽ ഭഗവാൻ അവിടെ ഇരുന്നാലും എന്തൊരു ബുദ്ധിമുട്ടുണ്ടല്ലേ. എത്ര പേര് മാസത്തിൽ ഒരിക്കൽ തിരുപ്പതിയിൽ പോയി തൊഴാറുണ്ട് നമ്മളിൽ? ഞാൻ തൊഴാറില്ല കേട്ടോ. വല്ലപ്പോഴും ഒക്കെ ഒന്ന് തിരുപ്പതിയിൽ പോവാൻ സാധിച്ചാൽ സന്തോഷം എന്നല്ലാതെ എനിക്ക് തിരുപ്പതിയിൽ എല്ലാ മാസവും എത്തിപ്പെടാൻ പറ്റാറില്ല. എത്ര പേര് നമ്മൾ പഴനിയിൽ പോയി തൊഴാറുണ്ട് എല്ലാ മാസവും? ഇതൊന്നും മാസം തൊഴിലായിട്ട് നമുക്ക് സാധ്യമല്ല അല്ലേ. അപ്പോൾ നമ്മൾ ഭഗവാന് എന്താ പറയാ, നേടിയെടുത്തത് തന്നെയാ, നമ്മുടെ സുഹൃതം കൊണ്ട് ഗുരുവായൂരപ്പനെ കിട്ടി തന്നെ വേണം പറയാൻ അല്ലേ. അതിന് ഏറ്റവും വലിയ കാരണക്കാരൻ നമ്മുടെ മമ്മിയൂരപ്പൻ തന്നെയാട്ടോ. മമ്മിയൂരപ്പന്റെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ നമ്മുടെ ഉണ്ണികൃഷ്ണനെ ഇവിടെ പ്രതിഷ്ഠിച്ചോളൂ എന്ന് പറഞ്ഞത്. ഈ മമ്മിയൂരപ്പൻ ഇവിടെ പ്രതിഷ്ഠിച്ചോളൂ എന്ന് പറഞ്ഞു, ഭഗവാൻ ഇവിടെ ഇരിക്കുകയും ചെയ്തു. എന്നാൽ നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഉണ്ടല്ലോ, ആരും കാണാതെ ഒളിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയാറുണ്ട് ആചാര്യൻ. അധികം ആരാലും അറിയപ്പെടാതെ ഒളിച്ചിരിക്കുന്ന ഒരു സമ്പ്രദായക്കാരനായിരുന്നു ഇത്രേ നമ്മുടെ ഉണ്ണികൃഷ്ണൻ. ഒരു അത്യാശ്രമിയുടെ കഥ ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒളിച്ചിരിക്കുന്ന ഉണ്ണികൃഷ്ണന്റെ കാര്യം പറയുമ്പോൾ. അപ്പോൾ അതേമാതിരി അധികം ആളില്ല, ആരവങ്ങളില്ല, മഹാക്ഷേത്രമായിട്ടില്ല, ഒരു കുഞ്ഞമ്പലം അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതാണ്ട് രാവിലെ 8-8:30 ആകുമ്പോഴേക്കും നട അടയ്ക്കും. വൈകുന്നേരം ആണെങ്കിലോ
ഒരു 6:30-7 മണിയോടുകൂടി നടയടയ്ക്കും. അധികം തിരക്കുമില്ല. അന്ന് മമ്മിയൂര് വളരെയധികം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മഹാദേവൻ സപരിവാരം ഇവിടെ ഇങ്ങനെ ഇരുന്ന് വാഴുന്ന അരുളുന്ന സമയമായിരുന്നു. അപ്പോൾ ഭഗവാൻ ആരോലും അറിയപ്പെടാതിരിക്കുകയായിരുന്നു. പിന്നീട് വന്നില്ലേ അനേകം ഭക്തര്, പൂന്താനത്തിനെ പോലെയും വില്ലുമംഗലത്തിനെ പോലെയും കുറൂരമ്മയെ പോലെയും എഴുത്തച്ഛൻ്റെ പോലെയും മേൽപ്പത്തൂരിനെ പോലെയൊക്കെ ഉള്ള ആൾക്കാർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനെ നോക്കി പറയാണ്, ഇത് ഞങ്ങളുടെ ഭാഗ്യം തന്നെയാണ്, ഹന്റെ ഭാഗ്യം ജനാണം, ജനങ്ങളുടെ എല്ലാവരുടെയും ഭാഗ്യമാണ് എന്ന് പറഞ്ഞു ഇപ്പൊ എന്താ ഉണ്ടായിന്നറിയോ? ഗുരുവായൂരപ്പന് ഇരിക്കാനും കിടക്കാനും നിൽക്കാനും എന്നുള്ള സമയം ഇല്ലാണ്ടായി എന്നാണ് തോന്നുന്നത് അല്ലേ. ഇന്നൊക്കെ ഏകാദശിയുടെ അത്ര തിരക്കുണ്ടായിരുന്നു കേട്ടോ ഗുരുവായൂർ ക്ഷേത്രത്തില്. പണ്ട് കാലങ്ങളിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് ഈ ഏകാദശി ദിവസമാണ്. ഇന്നൊക്കെ ഏകാദശി മാറി നിൽക്കണം, അങ്ങനെയുള്ള തിരക്കുണ്ടായിരുന്നു. എന്നാൽ അവനവന്റെ അവിടെ വിഷു ആയിട്ട് കണിയൊരുക്കി സദ്യ ഉണ്ട് അങ്ങനെ ഇരിക്കാന്ന് വിചാരിക്കേണ്ട ആൾക്കാർ ഇല്ല, നമ്മുടെ ഉണ്ണികൃഷ്ണനെ കാണണ്ടേ എന്ന് കരുതി ഓടി വരുന്നവരാണ് കൂടുതൽ ആൾക്കാരും. അപ്പൊ എന്തായാലും ഇന്നത്തെ തിരക്കിന്റെ 1% എനിക്കും അവകാശപ്പെടാട്ടോ. ഞാനിങ്ങനെ വേഗം വരൂ എന്ന് പറയുമ്പോൾ അത് കേട്ടിട്ട് വരുന്ന ആൾക്കാരുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ. സത്യമാണോ അറിയില്ല, എന്തായാലും അത് കേൾക്കുമ്പോഴും എനിക്കും ഉണ്ട് സന്തോഷം. ഒരുപാട് പേര് വന്ന് മഹാക്ഷേത്രമായപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു, അങ്ങനെ വെറുതെ ഇരിക്കാൻ ഞാനും ഉദ്ദേശിക്കുന്നില്ല, ഇനി അങ്ങനെ ഒളിച്ചിരിക്കാനൊന്നും സാധിക്കില്ല എന്ന് കരുതിയിട്ട് അനുഗ്രഹം ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കണ ഉണ്ണികൃഷ്ണനായി, പിന്നീട് ഗുരുവായൂരപ്പനായി. മേൽപ്പത്തൂരാണത്രേ ഗുരുവായൂരപ്പൻ എന്നുള്ള പേര് കൊടുത്തത്. എന്തായാലും നമ്മുടെ ഉണ്ണികൃഷ്ണനെ നമ്മുടെ ഗുരുവായൂരപ്പനായിട്ട് നമ്മുടെ ഈ ഗുരുവായൂരിൽ കിട്ടിയത് നമ്മളെല്ലാവരുടെയും ഏതോ ജന്മത്തെ ചെയ്തു വെച്ച സുഹൃതം കൊണ്ട് തന്നെയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കൂ. അത് തന്നെയാണ് അതിൻ്റെ അർത്ഥവും, ഹന്തഭാഗ്യം ജനാനാം എന്ന് പറയുമ്പോൾ കേട്ടോ. ഒരു ചോദ്യത്തിന് ഞാൻ എന്ത് നീട്ടിയിട്ടല്ലേ ഉത്തരം പറയണേ. അപ്പൊ ഇന്ന് എന്തായാലും അത്രയും വിശേഷങ്ങളേ ഉള്ളൂ. ഇപ്പൊ വീഡിയോസ് കാണുന്നത് വളരെ കുറവാണ് തോന്നുന്നു, ഷോർട്സ് പോലും കാണുന്നത് വളരെ കുറവാണ്. എല്ലാവരും കാണാൻ ശ്രമിക്കൂ കേട്ടോ. വിഷുവിന്റെ തിരക്കും വെക്കേഷന്റെ തിരക്കും ഒക്കെ എന്നെ പോലെ തന്നെ നിങ്ങൾക്കും ബാധകമാണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം കാണുന്നത് കുറഞ്ഞത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാധിക്കുമെങ്കിൽ നമുക്കിന്ന് വൈകിട്ട് ലൈവിൽ കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് അത്രയും വിശേഷങ്ങളേ ഉള്ളൂ. നാളെ കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് വരാം. സർവരോഗ വിനാശന, സർവ പാപ വിനാശന, സർവ ദുഃഖ വിനാശന, സർവ സൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.